ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ ഇന്നും ഒരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ വളരെ ഉപകാരപ്രദമാവും. നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടാറുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്തോളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, പ്ലാന്റ്സിനെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പം നിറയെ പൂക്കൾ വേണം, ചെടിയിൽ നിന്ന് പൂക്കൾ ഒന്നോ രണ്ടോ ഉണ്ടാവുന്നുള്ളൂന്നോ, ലീഫിനൊരു തെളിച്ചമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നിറയെ പൂക്കൾ ഉണ്ടാവാൻ, നല്ല ഡാർക്ക് കളറിലുള്ള പൂക്കൾ ഉണ്ടാവാൻ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു തരാമെന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. അപ്പം ഞാനൊരു ഫെർട്ടിലൈസറും പറയുന്നുണ്ട്, ആ ഫെർട്ടിലൈസറും കാണിച്ചു തരാം കേട്ടോ. പൂക്കൾ നല്ല രീതിയിൽ ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിലുള്ള സൂര്യപ്രകാശം കിട്ടണം. പ്രത്യേകിച്ച് റോസ്, ഡാലിയ ഒക്കെ ആണെങ്കിൽ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ പോട്ട് വെക്കേണ്ടത്. പിന്നെ നിങ്ങൾ വെള്ളം, നല്ല വെയിലാണ് ഇപ്പോഴൊക്കെ, വെയിലുള്ളൊരു സമയമാണല്ലോ ഇപ്പം. അതുകൊണ്ട് നമ്മൾ 2 നേരം വെള്ളം കൊടുത്താൽ മാത്രമാണ് ചെടികൾ നല്ല ഫ്രഷ് ആയിരിക്കുക. പിന്നെ മണ്ണിൻ്റെ ഗുണം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ നല്ല വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. പൂക്കളൊക്കെ ഉണ്ടാവണമെങ്കിൽ പൊട്ടാസ്യം, ഫോസ്ഫറസ് ഒക്കെ നമുക്ക് ആവശ്യമാണ് പ്ലാന്റിന്. അപ്പോൾ അത് നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് കൊടുത്താൽ മാത്രമാണ് നമ്മുടെ പ്ലാന്റ്സിൽ നല്ല പൂക്കൾ വരുന്നത്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും വളങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ മേൽമണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ എന്തെങ്കിലും വളം ചെയ്യാൻ. അങ്ങനെ ആവുമ്പോഴാണ് മണ്ണിലേക്ക് വേഗം പിടിക്കുകയും ആ മണ്ണൊരു ഹെൽത്തി മണ്ണായിട്ട് നമ്മുടെ പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ പൂവിടാറ്. പിന്നെ വെട്ടി കൊടുക്കുകയും ചെയ്യണം. ഇപ്പോൾ റോസ് ആണെങ്കിൽ ഏത് പ്ലാന്റ്സ് ആണെങ്കിലും പൂവൊക്കെ ഇട്ട് കുറച്ച് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം അത് വെട്ടിക്കൊടുത്ത് പ്രൂൺ ചെയ്തിട്ട് അതൊന്ന് സെറ്റാക്കി വെച്ചാലാണ് കേട്ടോ വേഗം പൂവിടാറുള്ളത്. അപ്പം നമ്മൾ പ്ലാന്റ്സിന് നല്ല സ്നേഹത്തോടെ പരിപാലിച്ചാൽ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചാണകത്തിൻ്റെ ഫെർട്ടിലൈസറും ചാണകം കലക്കി ഒഴിച്ചതും ചാണകപ്പൊടിയൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നീം കേക്ക് എന്ന് വെച്ചാൽ വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് വെച്ചിട്ടുള്ള ഒരു നല്ല അടിപൊളി വളമാണ് ഇന്ന് കാണിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും കഞ്ഞിവെള്ളം ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പം നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. നമ്മൾ ചോറ് വെച്ചാൽ കഞ്ഞിവെള്ളം എടുത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ പ്ലാന്റ്സിന് കൊടുക്കുമ്പോൾ നമ്മുടെ പ്ലാന്റ് കീടങ്ങളെ ആക്രമണത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവും. മൊത്തത്തിൽ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ ഇത്. അപ്പം ഞാനിത് ഒന്ന് നന്നായിട്ട് കലക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇന്നൊരിക്കലും ഉപയോഗിക്കരുത്. ഇത് നമ്മൾ അടച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത്. നാളെയാണ് കേട്ടോ നമ്മളിത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പിന്നെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കണേ, അത് മറക്കരുത്. പിന്നെ ഇന്ന് ഞാൻ കാണിക്കുന്ന ഫെർട്ടിലൈസർ മാസത്തിൽ 2 പ്രാവശ്യമാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കീടബാധ തീരെ തന്നെ ഉണ്ടാവില്ല. പിന്നെ ദീർഘകാലത്തേക്കുള്ള ഒരു വളമായിട്ട് ഇത് നിൽക്കാറുണ്ട്. പിന്നെ ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് പച്ചക്കറികൾക്കും പൂക്കളുണ്ടാവുന്ന ചെടികൾക്കും എല്ലാ പ്ലാന്റ്സിനും കൊടുക്കാൻ പറ്റുന്നൊരു ഫെർട്ടിലൈസറാണ് ഇത്. അപ്പം 24 മണിക്കൂറിന് ശേഷം നമ്മൾ എടുക്കുമ്പോൾ കണ്ടില്ലേ പതഞ്ഞിട്ട് ഒരു പതയായിട്ട് അങ്ങനെ ഉണ്ടാവും. ഇനി നമ്മളിതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിൽ കുറച്ച് അധികം വെള്ളം, ഇപ്പോൾ ഒരു 5 ലിറ്റർ അല്ലെങ്കിൽ ഒരു 8 ലിറ്റർ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ പിന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ടും ഒന്ന് മണ്ണൊക്കെ ഇളക്കി കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതും നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ലീഫ് പ്ലാന്റ്സിനൊക്കെ ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ഇതാണ് കേട്ടോ ഇത്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു ഇതാണിത്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് നമ്മൾ കൊടുക്കുമ്പോൾ മണ്ണിൻ്റെ pHൻ്റെ അളവിൽ വ്യത്യാസം വരികയും നല്ല രീതിയിൽ അമ്ലത്വം മണ്ണിൽ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയും ലീവ്സൊക്കെ നല്ല ഗ്രീൻ കളറായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിച്ച് നോക്കാൻ നിങ്ങളോട് പറഞ്ഞത്. എൻ്റെ എല്ലാ പ്ലാന്റ്സിനും ഞാൻ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നമ്മുടെ ജമന്തിപ്പൂക്കൾ ചാനലിൽ നിറയെ വീഡിയോസും നമ്മൾ ഇടാറുണ്ട്. പ്ലാന്റ്സിൻ്റെ കെയർ ടിപ്സൊക്കെ ആയിട്ടുള്ള നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാകുന്ന വീഡിയോസ് ഉണ്ട്. അപ്പം ഒന്ന് ചാനലിൽ കയറി നോക്കുക കേട്ടോ. ജമന്തിപ്പൂക്കൾ ചാനലിൽ ഒന്ന് കയറി നോക്കുക. ജമന്തിപ്പൂക്കൾ റോസ് അടിച്ചാൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അപ്പം ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് കണ്ടിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി നാളെ വരാം. ബൈ.